കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി. എന്താണ് മോഡൽസ് ഓഫ് ടീച്ചിങ്? മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ ഇംഗ്ലീഷ് പദങ്ങളും മലയാളം പദങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ജനറലായിട്ട് മോഡൽ എന്ന പദം എന്തിനെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കി. വീണ്ടും നമുക്ക് ജോയ്സ് ആൻഡ് വെയിലിന്റെ ഡെഫിനേഷനിലേക്ക് കടന്നു വരാം. മോഡൽസ് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായി പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? എ 3-dimensional representation of a person or a thing. വളരെ നിസ്സാരമായി പറയാം, 3-dimensional representation of എന്തിന്റെ? person or a thing. That is known as a model. അല്ലെങ്കിൽ എന്തെന്ന് പറയാം? a miniature representation of something. That is known as a model. The small shape of anything is called a shape. Model. Model. നമുക്ക് എന്തെന്ന് പറയാം? The small shape of anything is called a model. A model is an exact replica of a original thing. ഇങ്ങനെ വ്യത്യസ്തമായി മാതൃക എന്ന് പറഞ്ഞാൽ, മോഡൽ എന്ന് പറഞ്ഞാൽ തന്നെ വ്യത്യസ്തമായ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. ഏറ്റവും ആദ്യം വന്നതിൽ എന്തായിരുന്നു? A 3-dimensional representation of anything. The small shape of anything is called a shape. A model is an exact replica of an original thing. ഇങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ മോഡൽ അഥവാ മാതൃക എന്ന പദം കടന്നു പോകുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ജോയ്സ് ആൻഡ് വെയിലിന്റെ ഒരു ഫേമസ് ഡെഫിനേഷൻ എന്താണ്? മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ളതിന്റെ ഒരു ഫേമസ് ഡെഫിനേഷൻ JOYCE. ജോയ്സ് ആൻഡ് വെയിൽ. ജോയ്സ് ആൻഡ് വെയിലിന്റെ അഭിപ്രായ പ്രകാരം ടീച്ചിങ് മോഡൽസ് ആർ ജസ്റ്റ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ. നമ്മളിവിടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ടീച്ചിങ് മോഡൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, എന്താണ് അതുകൊണ്ട് അക്വയർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. ഇവിടെ അക്കോർഡിംഗ് ടു ജോയ്സ് ആൻഡ് വെയിൽ, ടീച്ചിങ് മോഡൽസ് ആർ ജസ്റ്റ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻസ്. They describe the process of specifying and producing particular environmental situation which cause the students to interact in such a way that എന്തിനു വേണ്ടി? specific changes occurs in his behavior. ഒന്നുകൂടെ പറയാം. According to Joyce and Weil, teaching model are just instructional designs. Teaching model are just instructional design. ഇനി ഇവിടെ വന്ന പദം ഇൻസ്ട്രക്ഷൻ എന്ന ടേം ഞാൻ കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ക്രിയേഷൻ ഓഫ് എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞു. ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ക്രിയേഷൻ ഓഫ് എ പെർട്ടിക്കുലർ എൻവയോൺമെന്റ് ആസ്പെക്ട്, ഇതാണ് ഇവിടെ പറയുന്ന ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ. ഇവിടെ ജോയ്സ് ആൻഡ് വെയിൽ പറയുന്നത് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് എൻ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ. എന്തിനു വേണ്ടി? എന്താണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് സ്പെസിഫൈയിങ് ആൻഡ് പ്രൊഡ്യൂസിങ് പെർട്ടിക്കുലർ എൻവയോൺമെന്റൽ സിറ്റുവേഷൻ. ഒരു മോഡൽസ് ഓഫ് ടീച്ചിങ് അനുസരിച്ച് പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് ലഭിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അത് വിശദീകരിച്ച് തരുന്നത്? ദേ ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് സ്പെസിഫൈയിങ് ആൻഡ് പ്രൊഡ്യൂസിങ് പെർട്ടിക്കുലർ എൻവയോൺമെന്റൽ സിറ്റുവേഷൻ. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ സിറ്റുവേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നു. which cause the students to interact in such a way that specific changes occurs in his behavior. ഒരു ടീച്ചിങ് കൊണ്ട്, ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ട്, ക്ലാസ് റൂമിലെ ടീച്ചർ ഒരു ഇൻസ്ട്രക്ടർ ആണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഒരു ഇൻസ്ട്രക്ടർ അഥവാ ടീച്ചർ എന്ത് കൊടുക്കുന്നു? ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ടീച്ചറുടെ മനസ്സിലുള്ള ആശയം എന്താണ്? ചേഞ്ചസ് ഒക്യൂഴ്സ് ഇൻ ഹിസ് ഓർ ഹർ ബിഹേവിയർ. അവന്റെയോ അവളുടെയോ പെരുമാറ്റത്തിൽ ചേഞ്ചസ് ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതി കൊണ്ട്, ആ ഗോൾ ഉപയോഗിച്ച്, സ്പെസിഫിക് ആയിട്ടുള്ള എയിം ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ത് ഡിസൈൻ ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷണൽ ആസ്പെക്ട് ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആ ഇൻസ്ട്രക്ഷണൽ ആസ്പെക്ട് കൊടുക്കുമ്പോൾ, ഇൻസ്ട്രക്ഷൻ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മോഡൽസ് ഓഫ് ടീച്ചിങ് അനുസരിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവിടെ ഒരു പെർട്ടിക്കുലർ എൻവയോൺമെന്റൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ ടീച്ചിങ് സ്ട്രാറ്റജിയെ
അല്ലെങ്കിൽ ഇതുപോലുള്ള ഇൻസ്ട്രക്ഷണൽ ഡിസൈനെയാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. According to Joyce and Weil, models of teaching are just instructional design that describe the process of specifying and producing particular environmental situation which cause the students to interact in such a way that is specific changes occurs in his behavior. ആശയം മനസ്സിലായി കാണും. ഏറ്റവും നിസ്സാരമായി പറയുകയാണെങ്കിൽ ജോയ്സിന്റെയും വെയിലിന്റെയും വാക്കുകളിൽ തന്നെ ടീച്ചിങ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇസ് എ പാറ്റേൺ ഓർ പ്ലാൻ. നമുക്ക് വേറൊരു വാക്ക് കിട്ടുകയാണ്, ഇറ്റ് ഈസ് ജസ്റ്റ് എ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ജസ്റ്റ് ഇത് എന്താണെന്ന് പറയാം, പാറ്റേൺ ഓർ പ്ലാൻ. ഒരു കണ്ടന്റ് ഒരു അധ്യാപിക ക്ലാസ് റൂമിൽ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, അതിന്റെ പാറ്റേൺ എങ്ങനെയാണ് എന്ന് നിശ്ചയിക്കുന്ന അധ്യാപന മാതൃകയാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ് അക്കോർഡിംഗ് ടു ജോയ്സ് ആൻഡ് വീൽ, teaching models is just a pattern or plan which can be used to shape a curriculum or course, to select instructional material and to guide the learners. Learners in എന്ത്? Guide the learners action. ഒന്നുകൂടെ പറയാം. According to Joyce and Weil, teaching models are pattern or plan. ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ പ്രക്രിയയാണ്, ഒരു പാറ്റേൺ ആണ് എന്ത്? അധ്യാപന മാതൃക എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? which can be used to shape a curriculum. What do you mean by curriculum? The word curriculum is derived from the Latin word currere, which means path. കരിക്കുലത്തിലൂടെയാണ് ഒരു വ്യക്തിയെ, ഒരു വ്യക്തിത്വത്തിന്റെ, ഒരു വ്യക്തമായ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സംഭവിപ്പിക്കുന്നത് ഏതിലൂടെയാണ്? കരിക്കുലത്തിലൂടെയാണ്. ആ ടേമും ഇതിലേക്ക് കയറി വന്നു, അതുകൊണ്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. ടീച്ചിങ് മോഡൽസ് ഈസ് pattern or plan which can be used to shape a curriculum or course, to select instructional material and to guide the learner's action. എന്തിനു വേണ്ടിയാണ് അപ്പോൾ ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്? ടു സെലക്ട് ദ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ. ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ലേണേഴ്സിന്റെ ആക്ഷൻ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയുമുള്ള ഒരു പ്ലാനിങ്ങിനോ പാറ്റേണിനോ പറയുന്ന ഒരു പേരാണ്, ഒരു വസ്തുതയാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എ മോഡൽസ് ഓഫ് ടീച്ചിങ് നമുക്ക് എന്ത് തരുന്നു? എ മോഡൽസ് ഓഫ് ടീച്ചിങ് concentrate of guidelines for designing educational aspects, educational action, educational authorities. അല്ലേ, നമുക്ക് എന്താ തരുന്നത്? എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റ് ആണ് നമുക്ക് തരുന്നത്. മോഡൽസ് ഓഫ് ടീച്ചിങ് അനുസരിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് തരുന്നു? കണക്ട് ഓഫ് ഗൈഡ്ലൈൻസ് ഫോർ ഡിസൈനിങ് എഡ്യൂക്കേഷണൽ ആക്ഷൻ ഓർ എൻവയോൺമെന്റ്. It specifies the way of teaching learning that are intended to achieve certain kinds of goals. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഒരു അധ്യാപിക ക്ലാസ് റൂമിൽ വരുന്നത് വെറുതെ ഒരു ആശയമോ ഒരു ഉദ്ദേശ ലക്ഷ്യമോ ഇല്ലാതെയല്ല. 20 മിനിറ്റ് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ അധ്യാപികയിൽ കൃത്യമായി എന്തുണ്ടായിരിക്കും? ഒരു ഉദ്ദേശ ലക്ഷ്യം കാണും. ഈ ഉദ്ദേശ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അധ്യാപികയുടെ മനസ്സിൽ വന്ന ഉദ്ദേശ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ ഒരു കരിക്കുലത്തിനെയോ ഒരു കോഴ്സിനെയോ ഷേപ്പ് ആക്കി എടുക്കുന്ന, പ്ലാൻ ചെയ്തെടുക്കുന്ന എന്തുപയോഗിച്ച്? ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസും ലേണേഴ്സിന്റെ ആക്ഷൻസും ഗൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാറ്റേണിനെയോ പ്ലാനിനെയോ പറയുന്നതാണ് ടീച്ചിങ് മോഡൽസ് എന്ന് പറയുന്നത്. It specifies the way of teaching and learning that are intended to achieve certain kinds of goals. ഇങ്ങനെ മോഡൽസ് ഓഫ് ടീച്ചിങ് അനുസരിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് അറ്റൈൻ ചെയ്യാൻ പറ്റും? certain goals and objective. അങ്ങനെയെങ്കിൽ വളരെ നിസ്സാരമായി നമുക്ക് എന്തെന്ന് പറയാം? മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ മോഡൽസ് ഓഫ് ടീച്ചിങ് is a pattern or plan. Models of teaching is just an instructional design. എന്തിനു വേണ്ടിയിട്ട്? to attain the educational objective or to select the instructional materials or the learner's action. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ. ഇതുവരെ നാം പഠിച്ചു വന്നത് ഡെഫിനിഷൻ പാർട്ടാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക്
വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് മനസ്സിലാക്കാം. ഒന്ന്, ഈച്ച് മോഡൽ ഹാസ് ബിൽറ്റ് അപ്പ് ബേസ്ഡ് ഓൺ പെർട്ടിക്കുലർ ലേണിംഗ് തിയറി. ഓരോ മോഡൽസ് ഓഫ് ടീച്ചിങ്ങും എന്ന് ഉദ്ദേശിച്ചത് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ജൂറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ, അങ്ങനെ വ്യത്യസ്തമായ ടീച്ചിങ് മോഡലുകളുണ്ട്. ജൂറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ഇതുപോലെയുള്ള മോഡലുകൾ, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ, ഇങ്ങനെയുള്ള മോഡലുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഓരോ മോഡലിന്റെയും പുറകെ എന്തുണ്ട്? ലേണിംഗ് തിയറീസ് ഉണ്ട്. പാവലോ, സ്കിന്നർ, ടോണ്ടേക്ക്, ഇത് ബ്രൂണർ, ഇത് വൈഗോട്സ്കി, ഇതുപോലെയുള്ള എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ലേണിംഗ് തിയറിയെ ആസ്പദമാക്കിയിട്ടാണ് ഓരോ ടീച്ചിങ് മോഡലും ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈച്ച് മോഡൽ ഹാസ് ബിൽറ്റ് അപ്പ് ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ ലേണിംഗ് തിയറി. സെക്കൻഡ് വൺ, ക്രിയേഷൻ ഓഫ് കൺജീനിയൽ ലേണിംഗ് എൻവയോൺമെന്റ്. ക്ലാസ് റൂം സിറ്റുവേഷൻ. ഒരു ക്ലാസ് റൂം സിറ്റുവേഷനിൽ എന്തുണ്ടായിരിക്കണം? ഒരു കണ്ടൂസീവ് ക്ലാസ് റൂം എൻവയോൺമെന്റ് അല്ലെങ്കിൽ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ആസ്പെക്ട് ഡെവലപ്പ് ചെയ്തിരിക്കണം. നമ്മൾ ആദ്യമേ പറഞ്ഞു, മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ആണ്. ദേ ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് സ്പെസിഫൈങ് ആൻഡ് പ്രൊഡ്യൂസിങ് പെർട്ടിക്കുലർ എൻവയോൺമെന്റൽ സിറ്റുവേഷൻ. അങ്ങനെയെങ്കിൽ ഏത് മോഡൽസ് അനുസരിച്ചാണോ പഠിപ്പിക്കുന്നത് ആ മോഡൽസ് അനുസരിച്ച് എന്ത് ചെയ്തിരിക്കും? ക്ലാസ് റൂമിന്റെ ലേണിംഗ് സിറ്റുവേഷൻ മാറിയിരിക്കും. First one, it is based on the learning theory. Second one, creation of congenial learning environment in the classroom situation. Then third one, effective interaction between the teacher and the student. ഒരു കണ്ടന്റ് പഠിപ്പിക്കുമ്പോൾ ആ കണ്ടന്റിന് ഏറ്റവും അനുയോജ്യമായ മോഡൽസ് ഓഫ് ടീച്ചിങ് ഏതാണെന്ന് കണ്ടെത്തിയതിനു ശേഷം അധ്യാപിക പഠിപ്പിക്കുമ്പോൾ ഇവിടെ എന്തുണ്ടാകുന്നു? Good interaction or effective interaction between the teacher and the student. That is the third characteristics of a teaching model. Then fourth one, plan the use of appropriate strategies. എന്ത് ഉപയോഗിച്ചിരിക്കണം? Plan the use of appropriate strategy. ഇങ്ങനെ ഏകദേശം 4ഓളം ക്യാരക്ടറിസ്റ്റിക്സ് അടങ്ങിയതാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഏറ്റവും ചുരുങ്ങി നമുക്ക് എന്തെന്ന് പറയാം? മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ മോഡൽസ് ഓഫ് ടീച്ചിങ് ഇസ് എ പാറ്റേൺ ഓർ പ്ലാൻ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഷേപ്പ് എ കരിക്കുലം ഓർ കോഴ്സ്, സോ ടു സെലക്ട് an instructional material and to guide a learner's action. A models of teaching എന്ത് ചെയ്യുന്നു? Guidelines for designing educational objectives and environment. It specifies the way of teaching and learning that are intended to achieve the certain kinds of goals. ഇനി ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ എന്ത് പറഞ്ഞു? three dimensional representation of a person or a thing. The small shape of anything is called a model. Model is an exact replica of an original thing. ഇതൊക്കെ വളരെ നിസ്സാരമായി പറഞ്ഞു. അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്താണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ജോയ്സ് ആൻഡ് വെയിൽഡ് ഡെഫിനേഷൻ ആണ്. ടീച്ചിങ് മോഡൽസ് ആർ ജസ്റ്റ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ that describe the process of specifying and producing particular environmental situation which cause the students to interact in such a way that specific changes occurs in his behavior. Then what are the basic characteristics of the models of teaching? First one, all the models of teaching or the different models of teaching purely based on the ലേണിംഗ് തിയറി. എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലേണിംഗ് തിയറിയുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നു. അങ്ങനെയെങ്കിൽ ഓരോന്നിനും എന്തുണ്ടായിരിക്കണം? കൺജീനിയൽ എൻവയോൺമെന്റൽ സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ദ ലേണിംഗ് തിയറീസ്. കൺജീനിയൽ ലേണിംഗ് സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ദ ലേണിംഗ് തിയറീസ്. കണ്ടൂസീവ് ലേണിംഗ് എൻവയോൺമെന്റ്. Then third one, good or effective teacher-student relationship. Then last one is appropriate strategies. These are the basic characteristics involved in the models of teaching. ഇത്രയേ ഉള്ളൂ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നതിന് ഇൻട്രോഡക്ടറി പാർട്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഏതൊക്കെ മോഡൽസ് ഓഫ് ടീച്ചിങ് ആണ് സാധാരണ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ വ്യത്യസ്തമായ 3 ഫാമിലിയിലാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ആ പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.